الرحمن علم القرآن خلق الإنسان. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني യഫ്ഖഹു ഖൗലി. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അത്തഹസുലിൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം തുടങ്ങിയത് നിങ്ങൾ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞിട്ടല്ല, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞിട്ടല്ല. ആദ്യം നബിക്ക് അവതരിച്ച അധ്യായങ്ങളിൽ കാര്യമായിട്ട് അള്ളാഹു വിശദീകരിച്ച് പറഞ്ഞ കാര്യങ്ങൾ ദീനിൻ്റെ അഹ്കാമുകളായിരുന്നില്ല, വിധിവിലക്കുകളായിരുന്നില്ല. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് ശേഷം നബിയും സഹാബിമാരും മദീനയിലെത്തിയതിന് ശേഷമാണ് കാര്യമായിട്ട് പരാമർശിക്കുന്നത്. മക്കയിൽ ആദ്യം ഇറങ്ങിയ സൂറത്തുകളിൽ ഉണ്ടായിരുന്നത് സ്വർഗത്തെ പറ്റിയിട്ടും നരകത്തെ പറ്റിയിട്ടുമുള്ള വിവരങ്ങളായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസ് നോക്കുക. നമ്മുടെ ഉമ്മ പറയാണ്, വലൗ നസല അവ്വല ഷൈഇൻ ലാ തശ്റബുൽ ഖംർ. ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച കാര്യങ്ങളിൽ ലാ തശ്റബുൽ ഖംർ, നിങ്ങൾ കള്ളു കുടിക്കരുത് എന്നായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും കള്ളുകുടി നിർത്തൂല എന്നായിരിക്കും ആ ജനത പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായിട്ട് ഇറങ്ങിയ സൂറത്തുകളിൽ ഉണ്ടായിരുന്നത് ലാ തസ്നു, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നായിരുന്നുവെങ്കിൽ ആ ജനത ഒരിക്കലും വ്യഭിചാരം നിർത്തൂല, ഞങ്ങൾ വ്യഭിചാരം നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നായിരിക്കും അവരുടെ മറുപടി. എന്നാൽ ആദ്യം ഖുർആൻ അവരെ പഠിപ്പിച്ചത് എന്തുകൊണ്ട് വ്യഭിചരിക്കരുത്, എന്തുകൊണ്ട് കള്ളു കുടിക്കരുത്, സ്വർഗവും നരകവും അവരെ പഠിപ്പിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ആദ്യം ഇറങ്ങിയ സൂറത്തുകളിൽ ഫീഹാ ദിക്റുൽ ജന്നതി വന്നാർ, സ്വർഗത്തെ പറ്റിയിട്ടും നരകത്തെ പറ്റിയിട്ടുമാണ് അള്ളാഹു കാര്യമായിട്ട് പറഞ്ഞത്. ആ സ്വർഗവും നരകവും ഒരു മനുഷ്യന് ശരിക്കും ബോധ്യപ്പെട്ടാൽ മാത്രമേ അയാളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നും അവിടെ വിചാരണയുണ്ടെന്നും നരകവും സ്വർഗവും ഉണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അല്ലാത്തവൻ എന്തിനാണ് മാറുന്നത്? അവൻ എന്തിനാണ് നല്ല മനുഷ്യനായിട്ട് ജീവിക്കുന്നത്? അവർക്ക് തോന്നിയ പോലെയൊക്കെ ആവാലോ മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എങ്കിൽ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സൂറത്തുർ റഹ്മാനിൽ നിലവിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗത്തെ പറ്റിയിട്ടാണ്. സ്വർഗത്തെ പറ്റിയിട്ട് വളരെ മനോഹരമായി കൊണ്ട് അള്ളാഹു നമുക്ക് വർണ്ണിച്ചു തരികയാണ്. കഴിഞ്ഞ ആയത്തുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 54 മുതലുള്ള ആയത്തുകളാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. 54, 55 ആയത്തുകളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. ആദ്യം ആ ഭാഗമൊന്ന് നമുക്ക് പാരായണം ചെയ്യാം. ആ 2 ആയത്തുകളൊന്ന് ഓതാം, നിങ്ങൾ കൂടെ ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മുത്തകിഈന അലാ ഫുറുശിൻ ബതാഇനുഹാ മിൻ ഇസ്തബ്റഖ് വജനൽ ജന്നതൈനി ദാൻ فبأي آلاء ربكما تكذبان. കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ പറഞ്ഞത് സ്വർഗത്തിലെ പഴങ്ങളെ പറ്റിയിട്ടാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്തെ പേടിച്ച് മനസ്സിനെ കൺട്രോൾ ചെയ്യുകയും അവൻ്റെ മോഹങ്ങളെ പിടിച്ചു കെട്ടുകയും ചെയ്ത ആളുകൾക്ക് നാളെ അള്ളാഹു 2 സ്വർഗത്തോപ്പുകൾ സമ്മാനമായി നൽകുമെന്ന് നമ്മൾ പറഞ്ഞു. ആ സ്വർഗത്തോപ്പുകളുടെ പ്രത്യേകതകളാണ് നമ്മൾ വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. ഫീഹിമാ മിൻ കുല്ലി ഫാക്കിഹത്തിൻ സൗജാൻ, അവിടെ എല്ലാ തരത്തിലുള്ള ഫലങ്ങളുമുണ്ട്, പഴങ്ങളുമുണ്ട്. എല്ലാ തരം പഴങ്ങളിൽ നിന്നുമുള്ള 2 ഇനങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആയത്തുകളിൽ പഠിച്ചു. ഇനി 54-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, മുത്തഖിഈന അലാ ഫുറുഷിൻ ബതാഇനുഹാ മിൻ ഇസ്തബ്റഖ്.
വജനൽ ജന്നതൈനി ദാൻ. വിരിപ്പുകളിൽ ചാരിയിരുന്നു കൊണ്ട് അവർ സുഖിക്കും. സ്വർഗ്ഗക്കാരെ പറ്റിയിട്ടാണ് പറയുന്നത്. അവയുടെ ഉൾഭാഗം, ആ വിരിപ്പുകളുടെ ഉൾഭാഗം നിറക്കപ്പെട്ടിട്ടുള്ളത് നല്ല കട്ടിയുള്ള പട്ടുകൊണ്ടാണ്. രണ്ട് തോപ്പുകളിലെയും പറിച്ചെടുക്കുന്ന പഴം താഴ്ന്നു നിൽക്കുന്നതായിരിക്കും. സ്വർഗത്തിലെ പഴങ്ങളെ പറ്റിയിട്ടും സ്വർഗത്തിലെ വിരിപ്പിനെ പറ്റിയിട്ടുമാണ് കാര്യമായിട്ട് അള്ളാഹു ഈ ആയത്തിൽ നമുക്ക് വിവരിച്ചു തരുന്നത്. ഇത്തക യത്തക്കി ഉ ഇത്തിക്കാൻ എന്ന് പറഞ്ഞാൽ ചാരിയിരിക്കുക. കട്ടിലിൻ്റെ മുകളിലൊക്കെ ചാരിയിരിക്കുന്നതിന് ഇത്തക എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഊന്നുവടിയിൽ ഊന്നി നിൽക്കുന്നതിന്, അതിന് ബലം കൊടുത്ത് പിടിച്ചു നിൽക്കുന്നതിന് ഇത്തക, അതിൽ അവലംബിച്ച് നിൽക്കുക എന്ന നിലക്ക് ഊന്നി നിൽക്കുക എന്ന അർത്ഥത്തിൽ ഇത്തക എന്ന് പ്രയോഗിക്കാറുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു ചോദിക്കുന്നുണ്ടല്ലോ, വമാ തിൽക ബിയമീനിക യാ മൂസ, മൂസ നിൻ്റെ വലത് കൈയിൽ എന്താണുള്ളത്? അപ്പോൾ മൂസാ നബി അതിന് കൊടുക്കുന്ന മറുപടി ഖാല ഹിയ അസായ അതവക്കഉ അലൈഹ, അത് എൻ്റെ വടിയാണ്, ആ വടിയിൽ ഞാൻ ഊന്നി നിൽക്കും. അതവക്കഉ. അപ്പോൾ ഇത്തക യത്തക്കഉ എന്ന് പറഞ്ഞാൽ ചാരിയിരിക്കുക, കട്ടിലിൻ്റെ മുകളിലൊക്കെ ചാരിയിരിക്കുക, അല്ലെങ്കിൽ വടി കുത്തിപ്പിടിച്ച് നിൽക്കുക, ഊന്നി നിൽക്കുക എന്ന അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് അത്. ഈ മുത്തഖിഈന എന്ന പ്രയോഗം ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വന്നിട്ടുള്ളൊരു പ്രയോഗമാണ്. അവിടെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് മുത്തഖീൻ എന്നതല്ല, ഖാഫല്ല കാഫാണ്. മാത്രമല്ല അതിൻ്റെ ഘടനയിലും മാറ്റമുണ്ട്. തഖ്വ എന്ന പദത്തിൽ നിന്ന് വരുന്ന മുത്തഖീൻ എന്നതല്ല ഇവിടെ വന്നിട്ടുള്ളത്, മുത്തഖിഈൻ. ഇത്തക യത്തഖിഉ ഇത്തികാഅൻ എന്നതിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. മുത്തഖിഉൻ എന്ന് പറഞ്ഞാൽ ചാരിയിരിക്കുന്നവൻ എന്നാണ് അർത്ഥം. മുത്തഖിഊൻ എന്നാണ് അത്. പിന്നെ ഗ്രാമറിലുള്ള നിയമങ്ങൾ കാരണമാണ് മുത്തഖിഈൻ എന്നായത്, അത് നമ്മൾ വിവരിക്കുന്നില്ല. മുത്തഖിഈൻ, ആ സ്വർഗക്കാർ ചാരിയിരിക്കുന്നവരായിരിക്കും. അലാ ഫുറുഷിൻ. എന്താണ് ഫുറുഷുൻ എന്ന് പറഞ്ഞാൽ? ഫിറാഷ് എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് ഫുറുഷ്. ഫിറാഷുൻ എന്ന പദം നമുക്ക് പരിചയമുള്ള പദമാണ്. സൂറത്തുൽ ബഖറയിൽ അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാഷ, ഭൂമിയെ അവൻ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നിരിക്കുന്നു. ഫിറാഷ് എന്ന് പറഞ്ഞാൽ വിരിപ്പ് എന്നാണ് അർത്ഥം. അതിൻ്റെ ബഹുവചനമാണ് ഫുറുഷുൻ, വിരിപ്പുകൾ. ഫറഷ യഫ്റുഷു, ഫർഷൻ അല്ലെങ്കിൽ ഫിറാഷൻ എന്നൊക്കെ പറഞ്ഞാൽ വിരിക്കൽ, വിരിപ്പ് എന്നൊക്കെയാണ് അർത്ഥം. ഫറഷ എന്ന് പറഞ്ഞാൽ വിരിച്ചു, പരത്തി എന്നൊക്കെയാണ്. അപ്പോൾ സ്വർഗക്കാർ അവർ വിരിപ്പിൻ്റെ മേൽ ചാരിയിരിക്കുന്നവരായിരിക്കും. എന്താണ് ആ വിരിപ്പിൻ്റെ പ്രത്യേകത? ബതാഇനുഹ, അവയുടെ ഉൾഭാഗം മിൻ ഇസ്തബറക്ക്, കട്ടിയുള്ള പട്ടുകൊണ്ടുള്ളതാണ്. ഇസ്തബറക്ക് എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആലക്ക് പറയുന്നുണ്ട്, കട്ടിയുള്ള പട്ടിനാണ് ഇസ്തബറക്ക് എന്ന് പറയുക. ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, പട്ടിൻ്റെ ഇനങ്ങളിൽ മുന്തിയ ഇനമാണത്, മേന്മ കൂടിയ ഇനമാണത്, അതാണ് ഇസ്തബറക്ക്. ബിത്താനത്തുൻ എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് ബത്തായിൻ. ഈ വസ്ത്രത്തിൻ്റെ ഒക്കെ ഉൾഭാഗം, പുറംഭാഗം എന്നൊക്കെ നമ്മൾ പറയലില്ലേ, ആ ഉൾഭാഗമാണ് ബിത്താന, അതിൻ്റെ ബഹുവചനമാണ് ബത്തായിൻ. അപ്പോൾ സ്വർഗത്തിലെ വിരിപ്പുകളുടെ ഉൾഭാഗം കട്ടിയുള്ള പട്ടാണ് അതിൻ്റെ ഉൾഭാഗം. വജനൽ ജന്നതൈനി ദാൻ. ജന എന്ന് പറഞ്ഞാൽ ഖതഫ, പറിക്കുക എന്ന അർത്ഥമുണ്ട്. ഇവിടെ അത് ഒരു പേരായിട്ടാണ് വന്നിട്ടുള്ളത്. പേരായിട്ട് വരുമ്പോൾ ജന എന്ന് പറഞ്ഞാൽ ഈ മരങ്ങളിൽ നിന്നൊക്കെ പറിച്ചെടുക്കുന്നതിനാണ് ജന എന്ന് പറയുക. മരങ്ങളിൽ നിന്നൊക്കെ പറിച്ചെടുക്കുന്ന ഫലങ്ങൾ, കായ്കൾ, അവക്കാണ് ജന എന്ന് പറയുക. വജനൽ ജന്നതൈനി, ആ രണ്ട് തോട്ടങ്ങളിലെയും കായ്കൾ, ഫലങ്ങൾ. ദാനിൻ, ദന യദുനു എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് വരിക എന്നാണ് അർത്ഥം. ദന യദുനു, അതാണ് ദാനിൻ, അടുത്ത് വരുന്നതാണ്. ഈ ആയത്തിൽ വന്നിട്ടുള്ള പദങ്ങളുടെ ഒക്കെ അർത്ഥം ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറച്ചധികം സമയമെടുത്തിട്ട് ഈ ആയത്തിൽ വന്ന പദങ്ങളുടെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ബാറക്കല്ലാഹു ഫീക്കും. ഇനി പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിൻ്റെ തഫ്സീറിലേക്ക് നമ്മൾ പോവുകയാണ്.
സ്വർഗക്കാർ സ്വർഗത്തിൽ അനുഭവിക്കുന്ന സുഖങ്ങളുടെയും ആസ്വാദനങ്ങളുടെയും മനോഹരമായൊരു പിക്ചറാണ് അള്ളാഹു നമുക്കിവിടെ വിവരിച്ചു തരുന്നത്. മുത്തക്കിഈൻ, അവർ ചാരിയിരിക്കുന്നവരാണ്. അല്ലെ, ചാരിയിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു സുഖിച്ചുകൊണ്ടുള്ള ഇരുത്താണല്ലോ. നമ്മൾ തമാശക്ക് ആളുകളോട് പറയലുണ്ട്, അങ്ങനെ ചാരിയിരിക്കുകയാണ് എന്ന് കളിയാക്കി പറയാറുണ്ടല്ലോ. അത് ടെൻഷനും ബേജാറൊന്നും ഇല്ലാത്തൊരാളുടെ ഇരുത്താണ്. അവർക്കൊന്നിനെ പറ്റിയിട്ടും ഇനി ടെൻഷൻ അടിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. അവരിങ്ങനെ സുഖിച്ച് ഇരിക്കുകയാണ്. ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, രാജാക്കന്മാരൊക്കെ ഇരിക്കുന്ന പോലത്തെ ഇരുത്തമാണത്. അള്ളാഹു നമ്മളൊക്കെ ആ സ്വർഗക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഇങ്ങനെ ചാരിയിരുന്ന് സുഖിയന്മാരായിട്ടാണ് സ്വർഗക്കാർ ആ പഴങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചാരിയിരിക്കുക എന്നുള്ളിടത്ത് പല നിലക്കുള്ള വ്യാഖ്യാനങ്ങൾ തഫ്സീറുകളിലുണ്ട്. ഇബ്നു കസീർ റഹിമുള്ളൊക്കെ പറയുന്നത് യുക്തിജാ, കിടക്കുക എന്ന നിലക്കാണ് ആ ചാരിയിരുത്തത്തിൻ്റെ ഉദ്ദേശം. ചമ്രം പടിഞ്ഞിരിക്കലാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. കാരണം ചമ്രം പടിഞ്ഞിരിക്കുമ്പോഴാണ് ഒരാൾക്ക് കൂടുതൽ ആശ്വാസം കിട്ടുക. അങ്ങനെ പലതരത്തിൽ അതിനെ വ്യാഖ്യാനിച്ച് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ വിരിപ്പിൻ്റെ ഉൾഭാഗത്തെ പറ്റിയിട്ടാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഉൾഭാഗമാണ് ഇസ്തബറക്ക് കൊണ്ട് ഉള്ളതാണെന്ന് പറഞ്ഞത്. ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയുന്നു, ആ വിരിപ്പിൻ്റെ ഭംഗിയും അതിൻ്റെ വിശേഷണവും ഒക്കെ അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. ഈ ബതാഇനുഹ എന്ന് പറഞ്ഞാൽ നിലത്ത് തട്ടുന്ന ഭാഗമാണ്. നമ്മളൊരു വിരിപ്പ് വിരിച്ചു കഴിഞ്ഞാൽ നിലത്ത് തട്ടുന്ന ഭാഗത്തിനാണ് ബിതാന എന്ന് പറയുക. അതിൻ്റെ അവസ്ഥയാണ് ഈ പറഞ്ഞ ഏറ്റവും മുന്തിയ ഇനം പട്ടുകൊണ്ടാണ് അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. ഇത് ഇമാം സഅദി റഹിമഹുല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ സ്വർഗക്കാർ ഇരിക്കുന്ന ഭാഗം എത്ര മനോഹരമായിരിക്കും, അത് എന്തുകൊണ്ടായിരിക്കും? അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അള്ളാഹു അവൻ്റെ നല്ല അടിമകൾക്ക് വേണ്ടി ഒരുക്കുന്ന വിരുന്നാണ് സ്വർഗം. അവിടെ നമ്മുടെ റബ്ബിന് മാത്രം അറിയുന്ന കാര്യങ്ങൾ അവൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഒരാൾക്കും അറിയാത്തത് അള്ളാഹു അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സുഹൃതങ്ങൾ ചെയ്ത് അള്ളാഹുലേക്ക് അടുത്തവർക്കുള്ള പ്രതിഫലമാണത്. അവർക്കുള്ള വിരുന്നാണ്, അവർക്കുള്ള സൽക്കാരമാണ്, സമ്മാനമാണ് സ്വർഗം. ഇനി സ്വർഗത്തിലെ പഴങ്ങളെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുക. വജനൽ ജന്നതൈനിദാൻ, ആ പഴങ്ങൾ അടുത്തു വരുന്നവയാണ് എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ കുറിച്ചു വച്ചിട്ടുള്ള നമ്മളെ കൊതിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അയാൾ കൊതിക്കുന്ന പഴത്തിലേക്ക് നോക്കുമ്പോൾ ആ പഴം അയാളുടെ അടുത്തേക്ക് വരുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ മരത്തിൻ്റെ കൊമ്പ് അയാളുടെ അരികിലേക്ക് താഴ്ന്നു വരും. ഒട്ടും കഷ്ടപ്പെടാതെ, ഒരു നിലക്കും പ്രയാസപ്പെടാതെ അയാൾക്ക് ആ പഴങ്ങൾ പറിച്ച് കഴിക്കാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കിയ ആ അവസ്ഥ എന്താണെന്ന്. ആഗ്രഹത്തോടെ ആ പഴങ്ങളിലേക്ക് നോക്കിയാൽ മതി, അത് അടുത്തേക്ക് വരികയാണ്. എത്ര മനോഹരവും സുന്ദരവുമായിരിക്കും ആ അവസ്ഥ. എങ്ങനെ ഇപ്പോൾ പഴങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരിക? അതിന് ജീവനൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു അങ്ങനെയാണ് ഒരുക്കിയിട്ടുള്ളത്. അള്ളാഹു അങ്ങനെയാണ് അവിടെ സംവിധാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ദുനിയാവിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല നമ്മളോട് സംസാരിക്കുകയാണ്. ദുനിയാവിൽ തന്നെ ഈ സൂര്യൻ്റെ പ്രകാശത്തിനനുസരിച്ച് ചെടികൾ വളയുന്നത് കണ്ടിട്ടില്ലേ? സൂര്യപ്രകാശത്തിനനുസരിച്ച് അത് ചാഞ്ഞു പോകുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് അള്ളാഹു ഒരുക്കുന്നൊരു സംവിധാനമാണ്. അതുപോലെ സ്വർഗക്കാർ അവരുടെ മനസ്സിൽ ആ പഴം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ മരത്തിൻ്റെ കൊമ്പ് അവരിലേക്ക് താഴ്ന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്. ഇമാം സഅദി റഹിമഹുല്ലാഹു തആല പറയുന്നു, നിൽക്കുന്നവൻക്കും ഇരിക്കുന്നവൻക്കും കിടക്കുന്നവൻക്കൊക്കെ ആ പഴങ്ങൾ പറിച്ചെടുക്കാം. ഒരാൾ കിടക്കുകയാണെങ്കിൽ അയാൾക്ക് അവിടുന്ന് എഴുന്നേറ്റിട്ട് പഴം പറിക്കേണ്ട ആവശ്യമില്ല. ഒരാൾ ഇരിക്കുകയാണെങ്കിൽ ഇരുന്നിടത്ത് ഇരുന്നിട്ട് തന്നെ പറിക്കാം. പഴം പറിക്കാൻ വേണ്ടിയിട്ട്, പഴം കഴിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേൽക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. സ്വർഗീയ പഴങ്ങൾ സ്വർഗക്കാരുടെ അടുത്തേക്ക് വരുന്നതാണ്, അത് താഴ്ന്നു നിൽക്കുന്നതാണ് എന്നൊക്കെ അറിയിക്കുന്ന വേറെയും ആയത്തുകൾ ഖുർആനിലുണ്ട്. നമുക്ക് സുപരിചിതമായ സൂറത്തുകളിൽ നിന്നുള്ള ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നോക്കുക. സൂറത്തുൽ ഹാഖയിലെ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഖുതൂഫുഹാ ദാനിയ, ആ സ്വർഗത്തിലെ പറിച്ചെടുക്കുന്ന പഴങ്ങൾ അടുത്ത് വരുന്നവയാകുന്നു.
സൂറത്തുൽ ഇൻസാനിലെ 14-ാമത്തെ ആയത്ത് നോക്കുക. വദാനിയത്തിന് അലൈഹിം സിലാലുഹ വദുല്ലിലത് ഖുതൂഫുഹ തസ്ലീല. അതിൻ്റെ തണലുകൾ, മരക്കൊമ്പുകൾ അവർക്ക് അടുത്ത് നിൽക്കുന്നവയായിരിക്കും. തണൽ നൽകുന്ന മരങ്ങൾ, അതിലെ പഴങ്ങൾ പറിച്ചെടുക്കാൻ അവർ ഒട്ടും കഷ്ടപ്പെടേണ്ടി വരികയില്ല. അവ അടുത്തു തന്നെ ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തെ പറ്റിയിട്ടുള്ള ഈ വിശേഷണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ആ സ്വർഗം കൊതിക്കുന്നുണ്ട്, ആ സ്വർഗം മോഹിക്കുന്നുണ്ട്. സ്വർഗവും നരകവും ശരിക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങണം. സ്വർഗമുണ്ട് നരകമുണ്ട് നമ്മളിങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു പോയാൽ പോരാ. അത് ശരിക്ക് ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഖുർആനിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അള്ളാഹു സ്വർഗത്തെ പറ്റിയിട്ടും നരകത്തെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്. ആ ആയത്തുകളൊക്കെ നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കണം, നമ്മളെ ഏറെ ചിന്തിപ്പിക്കണം. അള്ളാഹുലേക്ക് അടുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തിട്ട് നമ്മുടെ റബ്ബിലേക്ക് അടുക്കുക. ഒരു നിലക്കും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരു പണിയിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകാതിരിക്കുക. പരമാവധി നമ്മളെ നിയന്ത്രിക്കുക. പ്രിയപ്പെട്ടവരെ, മനുഷ്യരാണ്, വീഴ്ചകൾ ജീവിതത്തിൽ സ്വാഭാവികമാണ്, വന്നു പോയാൽ ഉടനെ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് കണ്ണുകൾ നിറച്ച് പാപങ്ങൾ കഴുകിക്കളയുക. എപ്പോഴും അള്ളാഹുവിലേക്ക് മടങ്ങാൻ സന്നദ്ധരായി ഒരുങ്ങിയിരിക്കുക. നമ്മളെ മൂടി പുതക്കാനുള്ള കഫൻ പുടവയും നമ്മളെ മറവ് ചെയ്യാനുള്ള ഖബർസ്ഥാനും ചുമന്നു കൊണ്ടുപോകാനുള്ള മയ്യത്ത് കട്ടിലുമൊന്നും ഒരുപാട് ദൂരെയല്ല എന്ന തിരിച്ചറിവ് എപ്പോഴും വേണം. സൂറത്തുർ റഹ്മാനിലെ 54-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ഇനി 55-ാമത്തെ ആയത്തിൽ ഈ അധ്യായത്തിലെ ആവർത്തിച്ചു വരുന്ന ആ വചനം അള്ളാഹു വീണ്ടും ചോദിക്കുന്നു. ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. അപ്പോൾ നിങ്ങൾ ഇരു കൂട്ടരുടെയും റബ്ബിൻ്റെ ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഏതിനെയാണ് നമുക്ക് നിഷേധിക്കാൻ കഴിയുക? ഒന്നിനെയും നിഷേധിക്കാൻ കഴിയൂല. 55 ആയത്തുകൾ അൽഹംദുലില്ലാ നമ്മൾ പൂർത്തിയാക്കി. 55-ാമത്തെ അധ്യായത്തിലെ 55-ാമത്തെ ആയത്തും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അള്ളാഹു ഈ പരിശ്രമം നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. കൂടുതൽ അറിയാനും പഠിക്കാനും അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറാ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.